സ്റ്റുഡൻസ്, വെൽക്കം ടു അവർ ന്യൂ ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കപ്പാസിറ്റർ എന്ന് പറയുന്ന ഡിവൈസിനെ പറ്റിയാണ്. എന്താണ് കപ്പാസിറ്റർ, അതിൻ്റെ ജനറൽ ഇക്വേഷൻ എന്താണ്, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, ഇത്തരം കാര്യങ്ങളെ പറ്റിയാണ് നമ്മളിന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ പലപ്പോഴും കപ്പാസിറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് കണ്ടിട്ടുണ്ടാവും. കപ്പാസിറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് സാധാരണഗതിയിൽ നമ്മൾ ഇലക്ട്രിക് ചാർജിനെ സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കപ്പാസിറ്റർ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുക, നമ്മൾ യൂസ് ചെയ്യുന്ന സീലിംഗ് ഫാനുകളിൽ ഒരു വൈറ്റ് കളറിൽ ഒരു കപ്പാസിറ്റർ ഉണ്ട്. ആ കപ്പാസിറ്ററിൻ്റെ പെർഫോമൻസ് വീക്കായാൽ സീലിംഗ് ഫാനുകളുടെ സ്പീഡ് കുറയുന്നതായിട്ടും പിന്നീട് അത് റീപ്ലേസ് ചെയ്തതിന് ശേഷം പഴയതിൽ നിന്നും മെച്ചപ്പെട്ട പെർഫോമൻസ് കിട്ടുന്നതായിട്ടും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ സാധാരണയായി സീലിംഗ് ഫാനുകളിൽ ഉപയോഗിക്കുന്ന ഒരു കപ്പാസിറ്ററാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് കെൽട്രോൺ എന്ന് പറയുന്ന കമ്പനി മാനുഫാക്ചർ ചെയ്ത 2.5 അൾട്രാ ഫാരഡിൻ്റെ ഒരു കപ്പാസിറ്ററാണ്. വലിയ കപ്പാസിറ്റേഴ്സ്, ഇത്തരം വലിയ കപ്പാസിറ്റേഴ്സ് നിങ്ങൾ സീലിംഗ് ഫാനുകളിലും ഇലക്ട്രിക് മോട്ടറുകളിലും ഒക്കെയാണ് സാധാരണ കാണാറ്. ഇതൊരു LED ബൾബിൻ്റെ റെക്ടിഫയർ സർക്യൂട്ടാണ്. ഇതിലും ഈ പറയുന്ന വയലറ്റ് കളറിൽ കാണുന്ന കമ്പോണൻറ്റ്, അതായത് ഔട്ട്പുട്ട് എടുക്കുന്നതിന് തൊട്ട് മുമ്പ് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു കപ്പാസിറ്ററാണ്. ദെൻ ഈ ഓറഞ്ച് കളറിൽ കാണുന്ന കമ്പോണൻറ്റ് കപ്പാസിറ്ററാണ്. ഈ ഗ്രേ കളറിൽ കാണുന്ന ഇതും കപ്പാസിറ്ററാണ്. ഇതും ഒരു റെക്ടിഫയർ സർക്യൂട്ടാണ്. ഇതെല്ലാം നമ്മളുടെ LED ബൾബുകളുണ്ട്, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന LED ബൾബുകൾ, റൂമിൽ ഉപയോഗിക്കുന്ന LED ബൾബുകൾ, അങ്ങനെയുള്ള LED CFLനെ റീപ്ലേസ് ചെയ്ത് വന്ന LED ബൾബുകളിൽ ഉപയോഗിക്കുന്ന സർക്യൂട്ട് ബോർഡാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ 240 വോൾട്ട് AC-യെ ഏകദേശം 100 വോൾട്ട് DC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു റെക്ടിഫയർ ബോർഡാണിത്. റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയില്ല. ഇത് AC-യെ DC ആക്കുന്ന ഡിവൈസുകൾക്ക് പറയുന്ന പേരാണ് റെക്ടിഫയറുകൾ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ട എല്ലാ കപ്പാസിറ്റേഴ്സിലും 2 മെറ്റാലിക് പ്ലേറ്റുകളാണ് ഉപയോഗിക്കുന്നത്. അതായത് 2 മെറ്റാലിക് പ്ലേറ്റുകൾ കൊണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന കപ്പാസിറ്റേഴ്സാണ് നമ്മൾ കണ്ടവയെല്ലാം. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റേഴ്സ് എന്നൊക്കെയാണ് നമ്മൾ ജനറലി അവയെ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കപ്പാസിറ്റർ എന്ന് പറയുന്ന ഒരു എക്യുപ്മെൻറ്റിൽ 2 മെറ്റാലിക് പ്ലേറ്റുകൾ ഉപയോഗിക്കുന്നത്? അതുപോലെ തന്നെ 2 മെറ്റാലിക് പ്ലേറ്റുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്? ഇത്തരം കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളുടെ ഫിഗറിലോട്ട് നോക്കിയാൽ അറിയാം. ഇവിടെ ക്യാപിറ്റൽ A എന്ന് പറയുന്ന ഒരു മെറ്റാലിക് പ്ലേറ്റ് നമ്മളെ കാണിച്ചിട്ടുണ്ട്. പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റാലിക് പ്ലേറ്റാണ് ക്യാപിറ്റൽ A എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു മെറ്റാലിക് പ്ലേറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ചാർജുകളുടെ ക്വാണ്ടിറ്റിക്ക് ഒരു ലിമിറ്റുണ്ട്. ഈ പോസിറ്റീവ് ചാർജസ് ഇങ്ങനെ ഒരു മെറ്റാലിക് പ്ലേറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർ പരസ്പരം റിപ്പൽ ചെയ്യുകയും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും ഒക്കെ അവിടെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു മെറ്റാലിക് പ്ലേറ്റിനെ ഒരു സർട്ടേൺ ലിമിറ്റിന് മുകളിലോട്ട് നമുക്ക് എക്സസ് ആയിട്ട് ചാർജ് ചെയ്യാനായിട്ട് പറ്റുകയില്ല. ഇലക്ട്രിക് ഫീൽഡ്, പൊട്ടൻഷ്യൽ എന്നിവ, ഇലക്ട്രിക് ഫീൽഡ് തമ്മിലുള്ള റിപ്പൽഷൻ മൂലമൊക്കെ നമ്മളുടെ ആ ചാർജിങ് എന്ന് പറയുന്ന പ്രോസസ്സ് സ്റ്റോപ്പായിപ്പോകും. ദെൻ അങ്ങനെ ഇതിപ്പോൾ ഓൾറെഡി ഒരു ചാർജ്ഡ് മെറ്റാലിക് പ്ലേറ്റ് ആണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ന്യൂട്രൽ ആയിട്ടുള്ള, അതായത് ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഉള്ള ഒരു മെറ്റാലിക് പ്ലേറ്റിനെ നമ്മൾ ഈ ചാർജ്ഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ A എന്ന് പറയുന്ന മെറ്റാലിക് പ്ലേറ്റിൻ്റെ സമീപത്തേക്ക് കൊണ്ടുവരികയാണ്. മറ്റെവിടുന്നോ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു മെറ്റാലിക് പ്ലേറ്റിനെ, B എന്ന് പറയുന്ന ഒരു മെറ്റാലിക് പ്ലേറ്റിനെ Aയുടെ ലൊക്കേഷനിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. ഓക്കെ, അപ്പം നമുക്കറിയാം, ന്യൂട്രൽ ആയിട്ടുള്ള ഒരു മെറ്റാലിക് പ്ലേറ്റിൽ ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ആണ്. ചാർജ്ഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ A എന്ന് പറയുന്ന പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള മെറ്റാലിക് പ്ലേറ്റിൻ്റെ അടുത്തേക്ക് ക്യാപിറ്റൽ B എന്ന് പറയുന്ന മെറ്റാലിക് പ്ലേറ്റ് എത്തുമ്പോൾ അതിലുള്ള എല്ലാ നെഗറ്റീവ് ചാർജസിനെയും ക്യാപിറ്റൽ Aയിലുള്ള പോസിറ്റീവ് ചാർജുകൾ അട്രാക്റ്റ് ചെയ്യും. അതായത് അവർക്ക് ഇങ്ങോട്ടൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഫീൽ ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന നെഗറ്റീവ് ചാർജുകളെല്ലാം ക്യാപിറ്റൽ B എന്ന് പറയുന്ന മെറ്റൽ പ്ലേറ്റിൻ്റെ ഒരു സൈഡിൽ വന്ന് കോൺസെൻട്രേറ്റ് ചെയ്യും. അത് ക്യാപിറ്റൽ A എന്ന് പറയുന്ന പ്ലേറ്റിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള സൈഡ് എവിടെയാണോ അവിടെ തന്നെ വന്ന് നെഗറ്റീവ് ചാർജുകളെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യും. അതിൻ്റെ ഫാർദർ എൻഡിൽ പോസിറ്റീവ് ചാർജസും കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് ഒരു ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിട്ടുള്ള ഒരു മെറ്റാലിക് പ്ലേറ്റിനെ ഒരു ചാർജ്ഡ് മെറ്റാലിക് പ്ലേറ്റിൻ്റെ അടുത്തേക്ക് നിങ്ങൾ കൊണ്ടുവന്നാൽ
ആ ന്യൂട്രലായിട്ടുള്ള മെറ്റാലിക് പ്ലേറ്റിൽ ഒരു ചാർജ് സെപ്പറേഷൻ ഉണ്ടാവുകയും അതിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ എ എന്ന് പറയുന്ന മെറ്റാലിക് പ്ലേറ്റിൻ്റെ സമീപത്ത് നിൽക്കുന്ന ഭാഗത്തേക്ക് മൈനസ് ചാർജുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പ്ലസ് ചാർജുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്യും. ഇനി നമ്മൾ വളരെ മൊമെൻ്ററി ആയിട്ട് ഈ പറയുന്ന ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന മെറ്റാലിക് പ്ലേറ്റിനെ ഒന്ന് എർത്ത് ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാം, എർത്ത് ചെയ്യുമ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന പോസിറ്റീവ് ചാർജുകളെല്ലാം തന്നെ ഇമ്മീഡിയറ്റ്ലി ന്യൂട്രലൈസ് ചെയ്യപ്പെടും. അതായത് എർത്ത് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എർത്തിൽ നിന്ന് ഇലക്ട്രോൺസ് കയറി വന്ന് ഈ പോസിറ്റീവ് ചാർജിനെ ന്യൂട്രലൈസ് ചെയ്ത് കളയും. പക്ഷേ ഈ നെഗറ്റീവ് ചാർജസ് ഒരിക്കലും എർത്ത് ചെയ്യപ്പെടത്തില്ല. കാരണം എന്താണ്? ഈ നെഗറ്റീവ് ചാർജസിനെ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന പോസിറ്റീവ് ചാർജസ് അട്രാക്ട് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെച്ചേക്കാണ്. ഇവർ തമ്മിലൊരു ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ഉണ്ട്. അതുകൊണ്ട് നെഗറ്റീവ് ചാർജസ് ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന പ്ലേറ്റിൽ തന്നെ റിമെയിൻ ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞു, ഈ പറയുന്ന എർത്തിങ് പ്രോസസ്സ് എന്ന് പറയുന്നൊരു മൊമെൻ്ററി ആണ്. വളരെ ക്വിക്കായിട്ട് തന്നെ ഈ പോസിറ്റീവ് ചാർജസ് എർത്ത് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ ഒരു ഇൻസ്റ്റൻറ്റിൽ തന്നെ നമുക്ക് ഈ പറയുന്ന എർത്തിങ് റിമൂവ് ചെയ്യാനും പറ്റും. അങ്ങനെ ഈ എർത്തിങ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു കോമ്പിനേഷൻ കിട്ടും. എ ബി എന്ന് പറയുന്ന രണ്ട് പാരലൽ പ്ലേറ്റുകളുടെ കോമ്പിനേഷൻ കിട്ടും. അവയുടെ പ്രത്യേകത എന്താണ്? ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു പാരലൽ പ്ലേറ്റ് കോമ്പിനേഷനാണ് നമുക്കവിടെ അവൈലബിൾ ആകുക. അപ്പോൾ അങ്ങനെ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു പാരലൽ പ്ലേറ്റ് കോമ്പിനേഷൻ നമുക്കവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും എർത്തിങ് എന്ന് പറയുന്ന മെത്തേഡിലൂടെ. ഇനി നമുക്ക് ഈ പറയുന്ന പ്രോസസ്സിൻ്റെ പിന്നിലുള്ള മാത്തമാറ്റിക്കൽ സൈഡിലേക്കൊന്ന് പോകാം. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, കൺസിഡർ എ കണ്ടക്ടർ ക്യാപിറ്റൽ എ ഈസ് ഗിവൺ എ പോസിറ്റീവ് ചാർജ് പ്ലസ് ക്യൂ ചാർജ് ഉള്ള ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ഒരു കണ്ടക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ലെറ്റ് വി ബി ദ ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ ഓഫ് ദി കണ്ടക്ടർ. നിങ്ങൾക്കറിയാം, നിങ്ങളൊരു കണ്ടക്ടറിനെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പൊട്ടൻഷ്യൽ ചേഞ്ച് ചെയ്യും, പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യും. പോസിറ്റീവ് ചാർജാണ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ പോസിറ്റീവ് ചാർജ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യും. ദറ്റ് ഈസ് വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂ. പൊട്ടൻഷ്യലും ചാർജും ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്യൂ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി എന്നും ആ ഇക്വേഷനെ മാറ്റി എഴുതാം. ക്യൂ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി, and we are removing that proportionality sign by multiplying it with a constant C, which is known as the capacity of the conductor. That is, Q is equal to CV, where C is a constant called capacity of the conductor. അപ്പോൾ നമുക്ക് ചാർജ് സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ ക്യൂവിനുള്ള ഒരു ഇക്വേഷനായി, ദറ്റ് ഈസ് Q is equal to CV. പക്ഷേ നമുക്ക് കപ്പാസിറ്റൻസ് ഓഫ് ദി കപ്പാസിറ്റർ അതാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ സിക്കുള്ള ഇക്വേഷനായിട്ട് നമ്മളതിനെ റീറൈറ്റ് ചെയ്യുകയാണ്. ദറ്റ് ഈസ് സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി. ഇതാണ് ഒരു നോർമൽ കപ്പാസിറ്ററിൻ്റെ കേസിൽ നമുക്ക് കപ്പാസിറ്റി ഓഫ് എ കപ്പാസിറ്റർ അല്ലെങ്കിൽ ഒരു കണ്ടക്ടർ, അതിനെ നമുക്ക് സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി എന്ന് പറയും. ഇതൊരു സിംഗിൾ കണ്ടക്ടറിൻ്റെ കാര്യമാണ്. ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ഒരു സിംഗിൾ കണ്ടക്ടറിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ദ കപ്പാസിറ്റി സി ഓഫ് എ കണ്ടക്ടർ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ഓഫ് ചാർജ് ക്യൂ ഓൺ ദി കണ്ടക്ടർ ടു ദ ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ. So simply capacitance of a conductor or capacity of a conductor is the ratio of charge and potential difference എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. Okay, then bring another conductor capital B near to A as shown in figure. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. The negative charges will be induced on B at the nearer side of capital A and positive charges on the other side of capital B. When we earth the conductor B, the positive charges on B will be neutralized by the flow of electrons from earth, and the negative charges remain on capital B because of the force of attraction due to positive charges on capital A. But the presence of negative charges on B reduces the potential V of capital A. സോ പ്ലീസ് നോട്ട് ദ പോയിന്റ്. അതാണ് നമുക്ക് പറയാനുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള പോയിന്റ്. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കപ്പാസിറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു പ്ലേറ്റിൻ്റെ അടുത്തേക്ക് നമ്മൾ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു പ്ലേറ്റിനെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ, നിങ്ങൾ തിയറി ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ്, നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ബോഡി ഒരു സിസ്റ്റത്തിൽ കൊണ്ടുവന്നാൽ ആ സിസ്റ്റത്തിൻ്റെ എൻറ്റയർ പൊട്ടൻഷ്യലിനെ അത് റെഡ്യൂസ് ചെയ്ത് കളയും, കുറച്ച് കളയും. അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ബോഡിയുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്
1/4πε0 മൈനസ് Q/R ആണ്. ഓക്കെ, അപ്പോൾ ഒരു സിസ്റ്റത്തിലേക്ക് ഒരു മൈനസ് ചാർജിനെ കൊണ്ടുവച്ചാൽ അവിടുത്തെ പൊട്ടൻഷ്യൽ കുറയ്ക്കാനാണ് അത് ഉപകരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള മെറ്റാലിക് പ്ലേറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടൊരു പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു പൊട്ടൻഷ്യലിനെ നമ്മൾ മാക്സിമം എത്തിച്ചാണ് അതിനെ ചാർജ് ചെയ്ത് വെച്ചിരുന്നത്. ഫർദർ അതിനെ ചാർജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഒരു കണ്ടീഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റാലിക് പ്ലേറ്റിനെ അങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ പ്ലേറ്റിനെ അങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി നമ്മൾ അതിനെ നെഗറ്റീവ്ലി ചാർജ്ഡ് മെറ്റാലിക് പ്ലേറ്റ് ആക്കി മാറ്റി. ഓക്കെ, so but the presence of these negative charges on B reduces the positive potential V of A. എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ആ മെറ്റാലിക് പ്ലേറ്റ് കൊണ്ട് അവിടെ ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു. ആ പൊട്ടൻഷ്യൽ ഈ പറയുന്ന നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള മെറ്റാലിക് പ്ലേറ്റിൻ്റെ പ്രസൻസ് കൊണ്ട് കുറഞ്ഞു. അങ്ങനെ കുറയുമ്പോൾ എന്ത് പറ്റും, അവിടുത്തെ ടോട്ടൽ ആ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ കുറയുകയും, പൊട്ടൻഷ്യൽ കുറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ചാർജസിനെ, ആ പൊട്ടൻഷ്യൽ ആദ്യം എത്ര ഉണ്ടായിരുന്നോ അത്രയും വരെ അതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം എത്ര ഉണ്ടായിരുന്നോ അതുവരെ കൂടെ നമുക്ക് അഡീഷണൽ ആയിട്ട് ചാർജസിനെ ആ മെറ്റാലിക് പ്ലേറ്റിലേക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള മെറ്റാലിക് പ്ലേറ്റിൻ്റെ പ്രസൻസ് കൊണ്ട് ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പ്ലേറ്റിൻ്റെ സമീപത്തുള്ള പൊട്ടൻഷ്യലിനെ റെഡ്യൂസ് ചെയ്യുകയും തൽഫലമായിട്ട് കൂടുതൽ ചാർജസിനെ ഈ പ്ലേറ്റുകളിലേക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുകയാണ്, അവിടെ കപ്പാസിറ്റി എന്ന് പറയുന്ന ആ ക്യാരക്ടറിസ്റ്റിക്സിനെ നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണ് ബൈ ദ പ്രസൻസ് ഓഫ് എ നെഗറ്റീവ്ലി ചാർജ്ഡ് മെറ്റാലിക് പ്ലേറ്റ്. Okay, that is therefore the capacity C will increase, that is C is equal to Q by V. So if V is decreasing, that C will increase. Thus the presence of an earthed metallic plate capital B increases the capacitance of the conductor capital A, and this is the working principle of a capacitor. അപ്പോൾ അങ്ങനെ ഒരു എർത്ത് മെറ്റാലിക് പ്ലേറ്റ് കൊണ്ട് ക്യാപിറ്റൽ എ എന്ന് പറയുന്ന പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള മെറ്റാലിക് പ്ലേറ്റിൻ്റെ കപ്പാസിറ്റിയെ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നു. ഇതാണ് ഒരു നോർമൽ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്.